ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം കുറച്ചധികം തിരക്കായതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്യാത്തത്. എൻ്റെ തേർഡ് സെമ്മിൻ്റെ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ഒക്കെ നടക്കുകയാണ്. കൂടെ തന്നെ ഒരുപാട് റിക്വയർമെൻറ്റ്സ് ഒക്കെ വെക്കാനുണ്ട്. ശരിക്കും വീഡിയോസൊക്കെ ചെയ്ത് കുറേയധികം പെൻഡിങ് ആയിപ്പോയി. അതുകൊണ്ടാണ് കേട്ടോ കുറേ ദിവസമായിട്ട് വീഡിയോസ് ചെയ്യാഞ്ഞത്. പറ്റുന്ന പോലെ ഇനിയിപ്പോൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കുറച്ചധികം ദിവസമായിട്ട് കമൻസിലൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു, ചേച്ചി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്നുള്ളൊരു കാര്യം. അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അനാട്ടമിയുടെ കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നോക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എക്സാം അനാട്ടമി ഫിസിയോളജിയും കൂടെ ഒരു ദിവസം തന്നെ ആയിരിക്കും. അപ്പോൾ ആദ്യത്തെ 1.5 മണിക്കൂർ നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് എഴുതാം. അത് എഴുതി കഴിയുമ്പോഴത്തേക്ക് ബാക്കിയുള്ള 1.5 മണിക്കൂർ നമുക്ക് അടുത്തൊരു സബ്ജക്റ്റ് എഴുതാം. അങ്ങനെയാണ് എക്സാം വരുന്നത്. അപ്പം നമുക്ക് സെപ്പറേറ്റ് ആയിട്ടാണ് നമ്മൾ ആൻസർ എഴുതി കൊടുക്കേണ്ടത്. നമുക്ക് സെപ്പറേറ്റ് ആൻസർ ഷീറ്റ് തരും. അപ്പോൾ ആൻസർ ഷീറ്റിൽ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുമ്പോൾ ഒരു ബുക്ക്ലെറ്റ് ആയിട്ടായിരിക്കും തരുന്നത്. നമുക്ക് അഡീഷണൽ ഷീറ്റ് ഒന്നും തരത്തില്ല. അപ്പോൾ ഒരു ബുക്ക്ലെറ്റിൽ ഏകദേശം ഒരു 32 പേപ്പറാണ് വരുന്നത്, ഇൻക്ലൂഡിങ് ആദ്യത്തെ 2 നമുക്ക് എഴുതാൻ പറ്റിയ പേപ്പർ അല്ല ആദ്യത്തെ, അവരുടെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് ബാലൻസ് ചെയ്ത് വേണം ആദ്യമേ എഴുതി തുടങ്ങാനായിട്ട്. എല്ലാം എഴുതി തീർക്കാനായിട്ട് പറ്റണം. ഇഫ് നമ്മുടെ പേപ്പർ ഫിനിഷായി തീർന്നു പോയെന്ന് പറഞ്ഞാലും നമുക്ക് എന്തില്ല, എക്സ്ട്രാ പേപ്പേഴ്സ് കിട്ടില്ല. അപ്പോൾ ആ ഒരു കാര്യം എല്ലാവരും ഓർത്ത് വെച്ചേക്കണം. അപ്പം ഇപ്പോൾ നമുക്ക് അനാട്ടമി ഫിസിയോളജി ഉണ്ടല്ലോ, സോ നമുക്ക് 2 ബുക്ക്ലെറ്റ് കിട്ടും എന്ന് പറയുമ്പോൾ ഇപ്പോൾ അനാട്ടമി മാത്രം എഴുതാൻ നിങ്ങൾക്ക് 32 പേജുള്ള ഒരു പേജുള്ള ഒരു ബുക്ക്ലെറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ഇനി ബേസിക്കായിട്ട് എപ്പോഴും അനാട്ടമിയിൽ ചോദിക്കുന്നൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേൺ എങ്ങനെയാണെന്ന് ആദ്യം നമുക്ക് നോക്കാം. അപ്പം ആദ്യം എന്ന് പറയുമ്പോൾ നമുക്ക് 6 ക്വസ്റ്റ്യൻസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണെന്ന് പറയുമ്പോൾ ജസ്റ്റ് നമ്മുടെ ക്വസ്റ്റ്യൻ തരും. നമുക്ക് 4 ഓപ്ഷൻസ് ഉണ്ട്, അതിൽ നിന്ന് തിരഞ്ഞെടുത്ത ആൻസർ എഴുതാനുള്ളതാണ് ആദ്യത്തെ 6 ക്വസ്റ്റ്യൻസ്. അതിപ്പോൾ ഏത് വർഷമാണെങ്കിലും ശരി അങ്ങനെ തന്നെ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ 1 വേർഡ് നിങ്ങളിപ്പോൾ എൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഞാൻ ഒരിക്കലും സെപ്പറേറ്റ് 1 വേർഡിന് വേണ്ടിയിട്ട് പഠിച്ചിട്ടില്ല. നമ്മൾ എസ്സേ ഷോർട്ട് നോട്ടൊക്കെ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നന്നായിട്ട് നമ്മൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് തന്നെ ഉത്തരം എഴുതാൻ പറ്റിയിട്ടുള്ള തരത്തിലാണ് ഈ ഒരു 1 വേർഡ് ചോദിക്കുന്നത്. അത്യാവശ്യം കുറച്ച് എളുപ്പമുള്ളതാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ഒക്കെ ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വലുതായിട്ട് ടെൻഷൻ അടിക്കേണ്ട. പിന്നെ അടുത്ത് നമ്മുടെ 7ാമത്തെ ക്വസ്റ്റ്യനായിട്ട് എല്ലായ്പ്പോഴും ചോദിക്കുന്നത് ഒരു എസ്സേ ക്വസ്റ്റ്യൻ ആയിരിക്കും. ആ ഒരു എസ്സേ ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് 10 മാർക്കിൻ്റെ എസ്സേ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പം ആ ഒരു എസ്സേക്ക് നമ്മൾ എത്രയും നന്നായിട്ട് എഴുതിയാൽ മാത്രമേ നമുക്കൊരു 8.5-9 മാർക്കൊക്കെ കിട്ടത്തുള്ളൂ. അപ്പോൾ അനാട്ടമിയാണ് സബ്ജക്റ്റ്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക, നമ്മൾ പിക്ചേഴ്സ് വരയ്ക്കണം. പിക്ചേഴ്സ് വരച്ചാലും മാത്രമേ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റൂ. അപ്പോൾ 2 ദിവസം മുന്നേ എനിക്ക് മെസ്സേജ് അയച്ചപ്പം ഒരു കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ചേച്ചി പിക്ചേഴ്സ് മാത്രം വരച്ച് വെച്ചാൽ പോരെ, മാർക്ക് കിട്ടൂല്ലേന്ന്. അങ്ങനെയല്ല, നമ്മൾ ഓൾറെഡി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഹൗ ടു റൈറ്റ് അനാട്ടമി എക്സാം എന്ന്. അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറയുന്നുണ്ട് എന്തൊക്കെ എഴുതണം എന്നുള്ളൊരു കാര്യം, എന്തൊക്കെ ഹെഡിങ്സ് വേണം എന്നുള്ളൊരു കാര്യം. അപ്പോൾ ആ ഒരു ഹെഡിങ് മസ്റ്റാണ്. ആ ഒരു ഹെഡിങ്ങിൻ്റെ കൂടെ നിങ്ങൾ പിക്ചേഴ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്യുക. ഇപ്പോൾ ഒരു എസ്സേ ഒക്കെ ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെക്കൊണ്ട് പറ്റുന്ന അത്രയും പിക്ചേഴ്സ് വരയ്ക്കുക. ഒരു 6-7 പിക്ചറൊക്കെ വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വളരെയധികം നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ പിക്ചേഴ്സും കൂടെ വരയ്ക്കാൻ പറ്റിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എപ്പോഴും എക്സാമിന് ചോദിക്കത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇതിന് നമ്മൾ പഠിച്ചു വെക്കാം. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് റെസ്പിറേറ്ററി സിസ്റ്റത്തിൻ്റെ പാർട്സ് മെൻഷൻ ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ വെറുതെ പാർട്സ് മെൻഷൻ ചെയ്താൽ പോരാ. ആദ്യം നമ്മൾ ആ ഒരു നമ്മുടെ ഒരു ജസ്റ്റ് ഒരു ഹ്യൂമൻ ബോഡി നമ്മൾ വരയ്ക്കൂലേ, ആ ഒരു രീതിയിൽ ഔട്ട്ലൈൻ വരയ്ക്കുക. എന്നിട്ട് ആ ഒരു പോകുന്ന ഒരു റെസ്പിറേറ്ററി പാത്വേ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും അടയാളപ്പെടുത്തുക. അപ്പോൾ മൗത്തിൽ നിന്ന് തുടങ്ങണം. റെസ്പിറേറ്ററി സിസ്റ്റം ആകുമ്പോഴത്തേക്ക് മൗത്തിൽ നിന്ന് തുടങ്ങി ലങ്സ് വരെ ഉള്ളത് അടയാളപ്പെടുത്തണം. അപ്പം ഫാരിൻസ്, ലാരിൻസ്, ട്രക്കിയ, ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ്, അങ്ങനത്തെ ആൽവിയോള എല്ലാ സാധനങ്ങളും അടയാളപ്പെടുത്തണം. അപ്പോൾ ആ ഒരു കാര്യമൊക്കെ ശ്രദ്ധിക്കുക. ജസ്റ്റ് എഴുതി വെച്ചാൽ പോരാ, ആ ഒരു പടം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ ഒരു എന്ത് കിട്ടത്തുള്ളൂ, ഒരു 2 മാർക്കാണ് ഇപ്പോൾ ആ ഒരു ഇതിന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ 2 കിട്ടണമെങ്കിൽ അങ്ങനെ ചെയ്യണം. അടുത്ത നമ്മൾ ഡിസ്ക്രൈബ് ലെങ്സ് ഇൻ ഡീറ്റെയിൽ. അപ്പോൾ ലെങ്സ് നമ്മൾ വരച്ചുകൊണ്ട് തന്നെ തുടങ്ങുക. നമ്മൾ ആ ഒരു ഓർഡറിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ലെങ്സ് തന്നെയാണെന്ന് തോന്നുന്നു ആ ഒരു ക്വസ്റ്റ്യനിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സെയിം ലെങ്സ് ആണ് ഞാൻ ആ ഹൗ ടു റൈറ്റ് അനാട്ടമി, ഹൗ ടു സ്റ്റഡി അനാട്ടമി എന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് പറഞ്ഞേക്കുന്ന ലെങ്സ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കുക നിങ്ങൾ. ഒരു വീഡിയോ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്നതായിരിക്കും, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ആ ഒരു ലെങ്സ് നമ്മൾ അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങളെല്ലാം വരണം. ആ ഒരു ബ്രോങ്കോ പൾമണറി സെഗ്മെൻറ്റ് വരെ വരണം, എന്നാൽ മാത്രമേ നമുക്ക് മാർക്ക് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എസ്സേ എഴുതേണ്ടത്. പിന്നീട് നമുക്ക് 8, 9, 10 അങ്ങനെ 3 ക്വസ്റ്റ്യനായിട്ട് ചോദിക്കുന്നത് ഷോർട്ട് നോട്ട്സ് ആയിരിക്കും. ഓരോ ഷോർട്ട് നോട്ടിനും ഏകദേശം ഒരു 5 മാർക്കായിരിക്കും വരുന്നത്. അപ്പം ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എസ്സേക്ക് ഇപ്പോൾ എത്ര എഴുതണം എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ നമ്മൾ മിനിമം ഒരു 5-6 പേജ്, മിനിമം ഒരു 5-6 പേജ് എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. എഴുതി വരുമ്പോൾ ചിലപ്പോൾ അതൊരു 7-8 പേജൊക്കെ ആയി പോവാം, അതിലൊന്നും സീനില്ല. പക്ഷെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് എഴുതണം. ലാസ്റ്റ് പേപ്പർ തികയാതെ വരരുത്, ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കണം.
അപ്പം മിനിമം ഒരു 4-5 പേജ് മസ്റ്റായിട്ടും എഴുതാനായിട്ട് ശ്രമിക്കണം. നിങ്ങളെക്കൊണ്ട് പറ്റും. ഓക്കെ, അത്രയും കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പോൾ അത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നമുക്ക് എഴുതാൻ പറ്റുമല്ലോ. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനി ഷോർട്ട് നോട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കൊരു 3-4 പേജ് അതും ഉറപ്പായിട്ടും എഴുതണം. 3-4 പേജ് എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, പേപ്പർ എന്നല്ല. അപ്പം ഒരു 4 പേജ് എന്ന് പറയുമ്പോൾ 2 പേപ്പറാണ്. ഒരു പേപ്പറിന് 2 വശങ്ങളുണ്ട്, 2 പേജുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ എഴുതി വരുമ്പോൾ ചിലപ്പോൾ അതും ഒരു 6 പേജൊക്കെ ആവാം, അതിലൊന്നും കുഴപ്പമില്ല. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോൾ ചോദിച്ചിട്ടുള്ളത് തൈറോയ്ഡ് ഗ്ലാൻഡാണ്, എൻഡോക്രൈൻ സിസ്റ്റത്തിലെ തൈറോയ്ഡ് ഗ്ലാൻഡാണ് ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യുക, വരച്ച് ഒരുപാട് പിക്ചേഴ്സ് അതിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് തന്നെ ഉറപ്പായിട്ടും ആ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക. അടുത്തതായിട്ട് വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിൻ ആണ്, സെൻട്രൽ നെർവസ് സിസ്റ്റം ചാപ്റ്ററിൽ നിന്ന് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് വെൻട്രിക്കിൾ, സെക്കൻഡ് വെൻട്രിക്കിൾ അതെല്ലാം എഴുതണം. അതിനകത്ത് എനിക്ക് തോന്നുന്നു പിക്ചേഴ്സും വരയ്ക്കാനുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വെൻട്രിക്കിൾസ് ഓഫ് ബ്രെയിനാണ് ചോദിച്ചതെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ബ്രെയിൻ എന്ത് ചെയ്യാം, ഔട്ട്ലൈനായിട്ട് വരച്ച് വെക്കാം. അങ്ങനെയൊക്കെ ചെയ്യാം. നിങ്ങൾക്കിപ്പം ഒന്നും അറിയത്തില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, വരച്ച് വെക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഭയങ്കര ഭംഗിയൊന്നും വേണമെന്ന് അതിന് അർത്ഥമില്ല, നമ്മളെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ വരച്ച് വെക്കുക. ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അടുത്തത് കിഡ്നി ഒരു ഷോർട്ട് നോട്ടായിട്ട് ചോദിച്ചിട്ടുണ്ട്. കിഡ്നി ഷോർട്ട് നോട്ടായിട്ടും ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ക്വസ്റ്റ്യനാണ്, കൂടെ തന്നെ എസ്സേ ആയിട്ടും ചോദിക്കാൻ പറ്റിയിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് കിഡ്നി. ഇതുപോലെ തന്നെ റീനൽ സിസ്റ്റത്തിൻ്റെ പാർട്ട് മെൻഷൻ ചെയ്യുന്നു പറഞ്ഞ് വേണമെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ വന്നിട്ട് ഡിസ്ക്രൈബ് കിഡ്നി ഇൻ ഡീറ്റെയിൽ എന്ന് ഒരു എസ്സേ ക്വസ്റ്റ്യനായിട്ട് ചോദിക്കാം. അപ്പോൾ കിഡ്നി ചോദിച്ചാലും നിങ്ങൾ എന്ത് ചെയ്യണം, ആ ഒരു റീനൽ സിസ്റ്റത്തിൽ നിന്ന് നിങ്ങൾക്ക് തുടങ്ങാം. ഞാനൊക്കെ ആൻസർ ചെയ്യുന്ന സമയത്ത് അങ്ങനെയാണ്, റീനൽ സിസ്റ്റം വരച്ചുകൊണ്ടായിരിക്കും തുടങ്ങുന്നത്. അപ്പോൾ തന്നെ നമുക്കൊരു പടമായി, നമ്മുടെ കയ്യിൽ പടം ഇല്ലെന്ന് ഓർത്ത് നമ്മൾ വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ. സോ അങ്ങനെയൊക്കെ തുടങ്ങുക. ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ആ ഓർഡർ ഉണ്ട് എങ്ങനെ എഴുതണം എന്നുള്ളത്, അതനുസരിച്ച് തന്നെ എഴുതുക. അങ്ങനെ 3 ഷോർട്ട് നോട്ട് നമുക്ക് കാണും. പിന്നീടുള്ളത് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്, അതൊരു 3 എണ്ണം കാണും. അപ്പോൾ നമ്മൾ 2 കോളമാക്കി വരച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, ആൻസർ എഴുതാനായിട്ട് ശ്രമിക്കണം. ലെഫ്റ്റ് സൈഡിൽ ഇപ്പോൾ ആർട്ടറി കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ വെൻട്രിക്കിൾ കൊടുക്കണം. എന്നിട്ട് ഒരെണ്ണത്തിൻ്റെ താഴെ മിനിമം ഒരു 4 പോയിൻ്റ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ അത്യാവശ്യം സേഫാണ്. അപ്പോൾ ആർട്ടറിയുടെ താഴെ 4 പോയിൻ്റ് വേണം, അപ്പുറത്ത് വെയിൻ്റെ താഴെ 4 പോയിൻ്റ് വേണം. അപ്പോൾ നമുക്ക് സേഫായിട്ട് എന്തായാലും നമുക്കൊരു 2 മാർക്ക് തന്നെ കിട്ടാനുള്ളൊരു ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 1.5 മാർക്ക് തന്നെ അതിന് കിട്ടും. ഇപ്പം നിങ്ങൾക്ക് തീരെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിഷമിക്കുകയൊന്നും വേണ്ട, എനിക്ക് 4 പോയിൻ്റ് എഴുതാൻ പറ്റുന്നില്ല എന്നൊന്നും ടെൻഷൻ അടിക്കണ്ട. പക്ഷെ പറ്റുന്നവർ ഉറപ്പായിട്ട് 4 പോയിൻ്റ് എഴുതാനായിട്ട് ശ്രമിക്കുക. മിനിമം 2 പോയിൻ്റ് മസ്റ്റായിട്ടും എഴുതുക. ഓക്കെ, അപ്പം ആർട്ടറി മെയിനും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങളിപ്പം കഴിഞ്ഞ എക്സാമിന് ചോദിച്ചതൊന്നും വരത്തില്ല എന്നും പറഞ്ഞിരിക്കുകയല്ലേ, അത് വരുന്ന എക്സാംസ് തീർച്ചയായിട്ടും ഉണ്ട്. സോ അതൊക്കെ സ്കിപ്പ് ചെയ്യാതെ പഠിച്ച് വെക്കുക. അടുത്തായിട്ട് 12ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടില്ലേ, സ്മാൾ ഇൻറ്റസ്റ്റൈനും ലാർജ് ഇൻറ്റസ്റ്റൈനും. ഇതിൻ്റെയൊക്കെ ഉത്തരങ്ങൾ നമ്മുടെ അനാട്ടമിയുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെ പഠിച്ചാൽ മതി. നിങ്ങൾ ജസ്റ്റ് ഒരു പേപ്പർ എടുത്തിട്ട് ഇതൊക്കെ എഴുതി വെക്കുക, ഡിഫറൻസ് ബിറ്റ്വീനൊക്കെ. എൻ്റെ കയ്യിൽ എഴുതിയത് കുറച്ച് എവിടെയൊക്കെ ഇരിപ്പുണ്ട്, ഞാൻ പതുക്കെ കൊണ്ട് അതെല്ലാം എടുത്തിട്ട് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അടുത്തായിട്ട് പിന്നെ ടെസ്റ്റിസ് ഓവറി, അത് റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ നിന്ന് വന്ന ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. സോ ഇതെല്ലാം നിങ്ങൾ പഠിച്ച് വെക്കുക. ഇത് 2022 ഓഗസ്റ്റിൽ നടന്ന അപ്ലൈഡ് അനാട്ടമിയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ ഇതായിരുന്നു ആദ്യത്തെ നമ്മുടെ സെമസ്റ്റർ സിസ്റ്റം ആക്കിയത് തന്നെ 2021 അത് ആക്കിയതിന് ശേഷമുള്ള ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് കേട്ടോ ഇത്. അപ്പം ഇത് ആദ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കുറച്ചധികം നല്ല രീതിയിൽ എളുപ്പമായിരുന്നു. അപ്പം ഇനി മുന്നോട്ട് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും അങ്ങനെ എളുപ്പമാണെന്ന് കരുതരുത്. അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോവാം. അപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2023 ജൂണിൽ കുഹാസ് നടത്തിയ അനാട്ടമി യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പം ആദ്യത്തത് നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്ത പോലെ 6 വൺ വേർഡാണ്. അത്യാവശ്യം കുഴപ്പമില്ല, കുറച്ചധികം എളുപ്പമുള്ളതൊക്കെയാണ്, ടെക്സ്റ്റിലൊക്കെ ഉള്ള ഉത്തരങ്ങൾ തന്നെയാണ്. അടുത്തതായിട്ട് എസ്സേ ആണ്. എസ്സേ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഞാൻ കുറച്ച് മുന്നേ ശരിക്കും എനിക്കിത് അറിയില്ലായിരുന്നു കേട്ടോ. ഞാൻ മറ്റേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ട് ശരിക്കും അങ്ങനെ ചോദിക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞതാണ്. ശരിക്കും ഇത് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ മാത്രമാണ് ഞാനിപ്പം ഈ ഒരു കാര്യം കാണുന്നത്. പക്ഷേ കണ്ടില്ലേ, സെയിം അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. യൂറിനറി സിസ്റ്റത്തിൻ്റെ പാർട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക, കിഡ്നി ഡീറ്റെയിൽഡ് ആയിട്ട് അതിന് ശേഷം ഡിസ്ക്രൈബ് ചെയ്യാനാണ് എസ്സേയിൽ പറഞ്ഞിട്ടുള്ളത്. സോ ഇങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പോൾ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എടുത്തിട്ട് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ജസ്റ്റ് പാർട്സ് മെൻഷൻ ചെയ്യാൻ പറയുക. അതിനുശേഷം ഇപ്പോൾ ഓവറിയോ എന്തെങ്കിലും ഒരു കാര്യം വേണമെങ്കിൽ ഇതുപോലെ തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളത് അത്രയും പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ടതായിട്ടില്ല. നമുക്ക് മറവിയൊക്കെ സംഭവിക്കുക, അതൊക്കെ നാച്ചുറലാണ്. പക്ഷേ മാക്സിമം നമുക്കിങ്ങനെ ഷുവറായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ മിസ് ചെയ്യാതെ പോവുക. അത്രയും നമ്മൾ ചെയ്താൽ തന്നെ നമുക്ക് മാർക്ക് കിട്ടും, അതൊരു സത്യമാണ് കേട്ടോ. അപ്പം ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു എസ്സേയൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിട്ട് പോകണം.
ഓക്കെ, മറന്നു പോവാം. അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എന്തോ ലെങ്സ് ആയിരുന്നു എസ്സേ. അവിടെ ചെന്നിരുന്നപ്പം ഞാൻ പഠിച്ചിട്ട് പോയ സാധനം. പക്ഷേ എനിക്ക് എവിടെയൊക്കെ ആദ്യമൊക്കെ മറന്നൊക്കെ പോയി. പക്ഷേ പിന്നെ എഴുതാൻ പറ്റി. അപ്പോൾ അതിലാണ് കാര്യം. പിന്നെ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ 3 ഷോർട്ട് നോട്ട്സ് ഉണ്ട്. സൈനോവിയൽ ജോയിൻറ്റ്, അത് നമ്മുടെ മസ്കുലോ സ്കെലറ്റൽ സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. സൈനോവിയൽ ജോയിൻറ്റ് കൂടാതെ തന്നെ കാർട്ടിലേജിനസ് ജോയിൻറ്റ്, ഫൈബ്രസ് ജോയിൻറ്റ്, ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയുള്ള എക്സാമിലായാലും ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അടുത്തത് നേസൽ ക്യാവിറ്റി, അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണത്. എനിക്ക് തോന്നുന്നു ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ല, റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണ് നേസൽ ക്യാവിറ്റി വരുന്നത്. അപ്പോൾ അത് ടെക്സ്റ്റിൽ അതുപോലെ തന്നെ കിടപ്പുണ്ട്, അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ടെക്സ്റ്റിലുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് പോവുക. അടുത്ത നമ്മുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള സെറിബെല്ലം മാത്രമല്ല, ഈ പറയുന്ന സെറിബ്രം ആണെങ്കിലും സെറിബെല്ലം ആണെങ്കിലും മെഡുല ഒബ്ലോങ്കേറ്റ ആണെങ്കിലും അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം സെറിബ്രം ഒന്നും വിടാതിരിക്കുക, ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുപോലുള്ള 3 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഷോർട്ട് നോട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മുന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കിയാൽ നമുക്കറിയാം കുറച്ചും കൂടെ ഒരു ചെറിയ ഡിഫിക്കൽട്ടി ഉണ്ട്. ഈ നേസൽ ക്യാവിറ്റി സെറിബെല്ലം ഒക്കെ ചിലപ്പോൾ നമ്മൾ സ്കിപ്പ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ ഇങ്ങനെ സ്കിപ്പ് ചെയ്താലേ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് ഇങ്ങനൊരു ക്വസ്റ്റ്യൻ പേപ്പർ നമുക്ക് കാണിച്ചു തരുന്നത്. സോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക, ചെറിയെങ്കിലും ഐഡിയ ഉണ്ടാക്കി വെക്കുക. അടുത്തായിട്ട് ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ നിന്നുള്ള ഡിയോഡിനോ ഇലിയോ ആണ് ചോദിച്ചിട്ടുള്ളത്. ഇതൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ ഉണ്ട് കേട്ടോ. പിന്നെ മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ ഓഫ് ലിംബ് നോഡ് ആൻഡ് സ്പ്ലീന്. അടുത്തായിട്ട് ടെസ്റ്റിസ് ആൻഡ് ഓവറി. ഐ തിങ്ക് ടെസ്റ്റിസ് ആൻഡ് ഓവറി നേരത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നെന്ന് തോന്നുന്നു. അപ്പം അതൊക്കെ കുറച്ചധികം ഇമ്പോർട്ടൻ്റ് ആണ്, റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതെല്ലാവരും നോക്കുക. 1 വേർഡ് സ്കിപ്പ് ചെയ്യരുത്. 1 വേർഡ് ഞാൻ പറയുന്നില്ല, നിങ്ങളായിട്ട് തന്നെ വായിച്ച് നോക്കി അതിൻ്റെ ഉത്തരങ്ങൾ കണ്ടെത്തി ഉറപ്പായിട്ട് പഠിച്ചു വെക്കുക. 1 വേർഡ് വരെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊരു സത്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ട്, മുന്നത്തെക്കാളും കുറച്ചധികം കട്ടിയുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഡിഫറൻസ് ബിറ്റ്വീൻ ആണെങ്കിലും കുറച്ചധികം ആ ഒരു മൈക്രോസ്കോപ്പിക് സ്ട്രക്ചർ, ലിംബ് നോഡ്, സ്പ്ലീനൊക്കെ എല്ലാവരും ഒന്നും നോക്കിയിട്ട് പോകത്തില്ല. സോ കുറച്ച് ടൈറ്റുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് ഞാൻ എഴുതിയ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കാണാം. അപ്പോൾ 2024 ഏപ്രിലായിരുന്നു ഞാൻ എഴുതിയ അനാട്ടമി യൂണിവേഴ്സിറ്റി എക്സാം. ഐ തിങ്ക് ഏപ്രിൽ 17-ാം തീയതി ആയിരുന്നു എനിക്ക് എക്സാം. ഇത്തവണത്തെ ഷെഡ്യൂളിൽ എനിക്ക് തോന്നുന്നു 21-ാം തീയതി എന്തോ ആണ് എക്സാം സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എല്ലാവരും ജസ്റ്റ് പഠിച്ചൊക്കെ തുടങ്ങുക കേട്ടോ. അനാട്ടമിയൊക്കെ അവസാനം കൊണ്ടിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ നിങ്ങളും ആ ഒരു സിറ്റുവേഷനിലോട്ട് എത്താതിരിക്കുക. അനാട്ടമി, ഫിസിയോളജി ഏതെങ്കിലും ഒരു സബ്ജക്റ്റെങ്കിലും ഇപ്പോഴേ പഠിച്ചു വെക്കുക, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ലാസ്റ്റ് ശരിക്കും നല്ല ബുദ്ധിമുട്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യത്തെ 1 വേർഡൊക്കെ സത്യം പറഞ്ഞാൽ നല്ല എളുപ്പമായിരുന്നു കേട്ടോ. ശരിക്കും അനാട്ടമി ഫിസിയോളജിയിൽ ഞാൻ ശരിക്കും നന്നായിട്ട് പഠിച്ച് പോയിട്ടുണ്ടായിരുന്നത് ഫിസിയോളജി ആയിരുന്നു. പക്ഷേ എനിക്ക് 1 വേർഡ് എല്ലാം ശരിയായത് അനാട്ടമിയാണ് കേട്ടോ. ഈ അനാട്ടമിയിൽ ഈ 6 1 വേർഡിൻ്റെ ഉത്തരം എനിക്കറിയായിരുന്നു. ഫിസിയോളജിയിൽ നമുക്ക് വരുമ്പോഴത്തേക്ക് 7 1 വേർഡാണ് ഉള്ളത്. ആ 7 എണ്ണത്തിൽ എനിക്ക് നല്ല ഓർമ്മയുണ്ട്, എൻ്റെ 2 എണ്ണം തെറ്റിയിട്ടുണ്ടായിരുന്നു, 5 എണ്ണം എൻ്റെ കറക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മൾ ചിലപ്പോൾ പഠിക്കുന്ന പോലെ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് അനാട്ടമിക്കാളും നന്നായിട്ട് അറിയാവുന്ന ഫിസിയോളജിയാണ്. ഫിസിയോളജി അത്യാവശ്യം നന്നായിട്ട് അറിയാമായിരുന്നു, എന്നിട്ടും അവിടെ എനിക്ക് തിരിച്ചല്ലേ സംഭവിച്ചത്. അപ്പോൾ അങ്ങനെയൊക്കെ വരാം. അപ്പം എൻ്റെ എസ്സേ ക്വസ്റ്റ്യൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ സെയിം, മെൻഷൻ ദ പാർട്സ് ഓഫ് റെസ്പിറേറ്ററി സിസ്റ്റം, ലെങ്സ് ഡീറ്റെയിൽഡ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ശ്രദ്ധിക്കാതെ പോകരുത്. റൈറ്റ് ലെങ് എന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ പറഞ്ഞ പോലെ തന്നെ റെസ്പിറേറ്ററി സിസ്റ്റം വരയ്ക്കുക, അടയാളപ്പെടുത്തുക. ഡീറ്റെയിൽഡ് ആയിട്ട് അടയാളപ്പെടുത്തിയാൽ മാത്രം പോരാ, ജസ്റ്റ് നമ്മളത് എഴുതുകയും വേണം. എഴുതിയതിന് ശേഷം റൈറ്റ് ലെങ് എന്നാണ് പറയുന്നത്. ലെങ്സ് തന്നെ റൈറ്റ് ലെങ് ഉണ്ട്, ലെഫ്റ്റ് ലെങ് ഉണ്ട്. അപ്പോൾ ഉടനെ ചാടി കയറി റൈറ്റ് ലെങ് എന്ന് പറഞ്ഞ് എഴുതി തുടങ്ങരുത്. ആദ്യം ജസ്റ്റ് ലെങ്സിനെ പറ്റിയിട്ട് ഇൻട്രൊഡക്ഷൻ കൊടുക്കുക, പിന്നെ നമ്മൾ റൈറ്റ് ലെങ് എന്ന് പറഞ്ഞ് പോവുക. റൈറ്റ് ലെങ് എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേക്ക് ഡിഫറൻസ് ഇല്ലാന്ന് നിങ്ങൾ ചിന്തിക്കരുത്, ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പം ഫിഷേഴ്സ് ഉണ്ട്, ലോബ്സ് ഉണ്ട്, ഇതൊക്കെ രണ്ടിനും വ്യത്യാസമാണ്. ഇപ്പം ലിംഗുല ഓഫ് ലെങ്സ് ഒക്കെ ഉണ്ട്. ലിംഗുല അത് ഐ തിങ്ക് റൈറ്റിനാണെന്ന് തോന്നുന്നു, അതോ ലെഫ്റ്റിനാണോ എനിക്ക് ഓർമ്മയില്ല കേട്ടോ. ഏതോ ഒന്നിനാണ് ലിംഗുല ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് അറിയാമെങ്കിൽ മാത്രമേ എഴുതാൻ പറ്റൂ. ലോബ്സ് തന്നെ 3 ലോബുള്ള ലെങ്സ് ഉണ്ട്, 2 ലോബുള്ളതുണ്ട്. പിന്നെ ഫിഷേഴ്സ് തന്നെ ഹൊറിസോണ്ടൽ ഉണ്ട്, ഒബ്ലിക് ഫിഷർ ഉണ്ട്. അപ്പം വ്യത്യാസമുള്ളതുണ്ട്. ഒരെണ്ണത്തിന് ചിലപ്പോൾ 1 ഉള്ളൂ, ചിലതിന് 2 ഉണ്ട്. പിന്നെ പടം വരയ്ക്കുമ്പോൾ തന്നെ വ്യത്യാസങ്ങൾ ഉണ്ട്. ഓക്കെ, ടൈറ്റ്ലി ലെഫ്റ്റിലോട്ട് ടിൽറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്, ഹാർട്ടിൻ്റെ അടുത്തോട്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ റിലേഷൻസ് ഉണ്ട്. അപ്പോൾ റൈറ്റ് ലെങ്ങിന് ഏതൊക്കെ ഓർഗൻസുമായിട്ടായിരിക്കും റിലേഷൻ ഉള്ളത്, അത് തന്നെ ആയിരിക്കത്തില്ല ചിലപ്പോൾ ലെഫ്റ്റ് ലെങ്ങിനുള്ളത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വ്യത്യാസം അറിയാമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതാൻ പറ്റൂ. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതുക. അടുത്തതായിട്ട് ഷോർട്ട് നോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ബ്ലഡ് സപ്ലൈ ഓഫ് ഹാർട്ടാണ്. എല്ലാവരും ഹാർട്ട് പഠിച്ചുകൊണ്ട് പോകും, പക്ഷേ ചിലപ്പോൾ ബ്ലഡ് സപ്ലൈ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ സ്കിപ്പ് ചെയ്യുന്നൊരു സാധനമായിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഹാർട്ടിൻ്റെ ബ്ലഡ് സപ്ലൈ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്.
അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഒരുപാട് ആർട്ടറീസും അങ്ങനെ ഭയങ്കര കുറച്ചധികം ഉണ്ട്. അതിൻ്റെ പിക്ചർ വരെ ഒരുപാട് പിക്ചേഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട തന്നെ ഒരുപാട് പിക്ചേഴ്സ് ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് അത്യാവശ്യം പഠിച്ചുകൊണ്ട് പോയി തന്നെ എഴുതുക. ടെക്സ്റ്റിലെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ അത് എഴുതണം. നമുക്ക് തീരെ അറിയില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും എഴുതാനൊന്നും ഇരിക്കല്ലേ. ഹാർട്ടിനെ പറ്റിയിട്ടൊക്കെ തന്നെ കുറേ എഴുതുക. പിന്നെ ബ്ലഡ് സപ്ലൈ, നമുക്കിപ്പോൾ കൊറോണറി ആർട്ടറിയുടെ കാര്യങ്ങളൊക്കെ അറിയില്ല, അതിനെപ്പറ്റിയൊക്കെ എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കുക. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞ് തിരിച്ച് വരരുത്. അടുത്ത ക്വസ്റ്റ്യൻ ഓവറി ആയിരുന്നു, റീപ്രൊഡക്റ്റീവ് സിസ്റ്റം എന്നുള്ള ഓവറി. അപ്പം ഓവറി എഴുതുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ പറയാം. എനിക്കാണെങ്കിൽ ഓവറി കുറേയൊന്നും ഞാൻ പഠിച്ചായിരുന്നു അനാട്ടമി, പക്ഷേ എനിക്ക് കുറേയൊക്കെ മറന്നു പോയായിരുന്നു. അപ്പം ഞാൻ കുറേ കാര്യങ്ങളൊക്കെ ഫിസിയോളജിയിൽ നിന്ന് എടുത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ. എന്ന് വെച്ചാൽ ഞാൻ ഫിസിയോളജിയിൽ ഇത് പഠിച്ച സമയത്ത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ആ ഒരു ലെയേഴ്സ് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനതൊക്കെ കുറേയൊക്കെ എടുത്തിട്ട് ഈ ഒരു അനാട്ടമിയിൽ ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. തീരെ അനാട്ടമി ഒന്നും അങ്ങനെ എഴുതിയില്ല എന്നല്ല ഞാൻ പറഞ്ഞത്, എന്നാലും ഞാൻ കുറച്ച് അഡീഷണൽ ആയിട്ട് ഫിസിയോളജിയിൽ നന്നായിട്ട് പഠിച്ചായിരുന്നു. അപ്പോൾ ഫിസിയോളജിയിൽ നിന്ന് പഠിച്ച കുറേ സാധനങ്ങൾ എടുത്ത് ഞാൻ ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പം നിങ്ങളും അങ്ങനെയൊക്കെ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ അയ്യോ എനിക്കറിയില്ല എന്ന് പറഞ്ഞിരിക്കല്ലേ, ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്ന് വെച്ചാൽ ഹിസ്റ്റോളജി അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മളിപ്പം ശരിക്കും നമ്മൾ ഫിസിയോളജിയിലും കുറേയൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് എഴുതുക. അടുത്ത എൻ്റെ ക്വസ്റ്റ്യൻസ് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിൽ നിന്നുള്ള സ്പൈനൽ കോഡായിരുന്നു. അത് നല്ല ഇമ്പോർട്ടൻ്റ് ആണ്, സ്പൈനൽ കോഡ്, ബ്രെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. പിന്നെ ഡിഫറൻസ് ബിറ്റ്വീനിൽ വന്നത് തിൻ സ്കിന്നും തിക്ക് സ്കിന്നും. ഓക്കെ, അത് നമ്മുടെ ഇൻറ്റഗുമെൻ്ററി സ്കിന്ന് ചാപ്റ്റർ ഉണ്ട്, അതിനകത്തുള്ളതാണ്. അത് എളുപ്പമാണ്. പിന്നെ ഡൈജസ്റ്റ് സിസ്റ്റത്തിലെ ജജനോ ഇല്ലയോ അതൊക്കെ ടെക്സ്റ്റിൽ അതുപോലെ തന്നെ ഉണ്ട്. പിന്നെ ഇവേർഷനും ഇൻവേർഷനും അത് നമ്മുടെ ഇൻട്രൊഡക്ഷൻ ചാപ്റ്ററിലാണ്. അപ്പം കുഴപ്പമില്ല. ഐ തിങ്ക് 2023 ക്വസ്റ്റ്യൻ പേപ്പർ വെച്ച് നോക്കുന്ന സമയത്ത് കുറച്ചും കൂടെ എനിക്ക് നൈസായിട്ട് തോന്നിയത് 2024 ആയിരുന്നു. അത്യാവശ്യം നല്ല ക്വസ്റ്റ്യൻ പേപ്പറായിരുന്നു. 1 വേർഡ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സിമ്പിളായിട്ടുള്ള 1 വേർഡൊക്കെയാണ്. അപ്പോൾ നമ്മുടെ സെമസ്റ്റർ സിസ്റ്റം ആയതിൽ പിന്നെ വന്നിട്ടുള്ള 3 യൂണിവേഴ്സിറ്റി എക്സാമിൻ്റെയും അനാട്ടമി ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പം ഇതിൻ്റെയൊക്കെ നോട്ട് നിങ്ങൾ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ വലുതായിട്ട് അങ്ങനെ നോട്ട്സ് ഒന്നും ഇല്ല കേട്ടോ. ഞാൻ ടെക്സ്റ്റൊക്കെ നോക്കി പഠിക്കുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ എന്തോ ഹാർട്ട് ഞാൻ കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, സ്റ്റൊമക്ക് കുറച്ച് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ മറ്റേ എൻഡോക്രൈൻ സിസ്റ്റം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ലങ്സ് എഴുതി വെച്ചിട്ടുണ്ട്, പിന്നെ ഹാർട്ട് എഴുതി വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയൊക്കെ എൻ്റെ കയ്യിൽ സത്യം പറഞ്ഞാൽ ഉള്ളൂ. ബാക്കിയൊക്കെ ഞാൻ ടെക്സ്റ്റ് വെച്ച് പഠിച്ച ഒരാളാണ്. അപ്പോൾ നിങ്ങൾ നോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും അനാട്ടമിയുടെ നോട്ട് എൻ്റെ കയ്യിൽ ഇല്ല. അപ്പം ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പറഞ്ഞാൽ ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നിങ്ങൾക്കല്ല ഏതെങ്കിലുമൊക്കെ തീരെ പറ്റുന്നില്ല എനിക്ക് അതിൻ്റെ ഉത്തരം എഴുതാമെന്ന് പറഞ്ഞാൽ ഞാൻ ടെക്സ്റ്റ് വെച്ചിട്ട് കാണിച്ച് ഉറപ്പായിട്ടും അത് പറഞ്ഞു തരുന്നതായിരിക്കും. നിങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ സത്യം പറഞ്ഞാൽ തീരെ സമയമില്ല. കുറേ റിക്വയർമെൻറ്റ് എൻ്റെ എല്ലാം പെൻഡിങ് ആണ് കേട്ടോ. വീഡിയോ പിന്നെ വേറെ കുറേ പരിപാടിയൊക്കെ ആയിട്ട് നിന്ന് ശരിക്കും ഭയങ്കര തിരക്കാണ്. നിങ്ങളിപ്പോൾ ഫസ്റ്റ് സെമ്മിൽ അനുഭവിക്കുന്നൊരു സ്ട്രഗിളൊന്നും അല്ല. കുറച്ചങ്ങോട്ട് വരുമ്പം ഇതിലും സ്ട്രഗിൾസാണ്. പഠിക്കാനാണെങ്കിൽ പഠിക്കാനുണ്ട്, എന്നാൽ പഠിത്തമൊന്നും നടക്കുന്നില്ല, എന്നാൽ കുറേ റിക്വയർമെൻ്റ് ഉണ്ട്, ഇതെല്ലാം സമയത്തിനുള്ളിൽ വെച്ച് തീർക്കണം. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ്. അങ്ങനെയൊക്കെ പോണു എൻ്റെ ജീവിതം. അപ്പം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ ഉറപ്പായിട്ട് കമൻറ്റിലൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ടോപ്പിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു കാര്യം ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനാണെങ്കിൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ എടുക്കുന്നതും സെമിനാർ എടുക്കുന്നതൊക്കെ വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഉടനെ തന്നെ പറ്റുന്ന പോലെ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഞാനിവിടെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ഉറപ്പായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഈ ഒരു വീഡിയോ ഉറപ്പായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.